നമസ്കാരം. ഇന്ത്യ-ചൈന ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞതാണ്. എന്നാൽ ഇതിനുശേഷം പലതരത്തിലുള്ള വിലയിരുത്തപ്പെടലുകളും ചർച്ചകളും ഉയർന്നു. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ചൈനയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബീജിംഗിൽ നിന്ന് 40 അഡ്വാൻസ് സ്റ്റെൽത്ത് ഫയർ സെറ്റുകൾ വാങ്ങാൻ ചൈനയുമായി പാകിസ്ഥാനും ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയുടെ അത്യാധുനിക സൈനിക വിമാനമാണ് J-35A. കരാർ അന്തിമമായാൽ ചൈനയ്ക്ക് പുറത്ത് സ്റ്റെൽത്ത് J-35A മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രലുള്ള ആദ്യത്തെ രാജ്യമാകും പാകിസ്ഥാൻ. ചൈനയുടെ ഏറ്റവും അത്യാധുനിക സൈനിക വിമാനം ഇതാദ്യമായാണ് ബീജിംഗ് കയറ്റുമതി ചെയ്യുന്നത്. ചൈനയുടെ അഞ്ചാം തലമുറ സെറ്റിൽസ് യുദ്ധവിമാനമാണ് J-35A. US-ന് ശേഷം 2 അഞ്ചാം തലമുറ സൈനിക വിമാനങ്ങളുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ചൈന. 2 വർഷത്തിനുള്ളിൽ ചൈന എല്ലാ 40 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിക്കും. ചൈനയുടെ മുഴുവൻ പ്രതിരോധ വ്യവസായവും ഇതിനകം തന്നെ വൻതോതിലുള്ള ഉൽപാദനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിമാനത്തിന്റെ ഒരു ഭാഗത്തിന് മറ്റേതെങ്കിലും രാജ്യത്തെ ചൈന ആശ്രയിക്കുന്നുമില്ല. ഈ വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ വ്യോമസേന അനുമതി നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇത് സംബന്ധിച്ച് ബീജിംഗിൽ നിന്ന് സ്ഥിരീകരണമൊന്നുമില്ല. എന്നാൽ കരാർ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന് വലിയ ഉത്തേജനം നൽകും. കരയിലും കടലിലും ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇരട്ട എഞ്ചിൻ, സിംഗിൾ സീറ്റർ, സൂപ്പർസോണിക് എയർ സുപ്പീരിയോറിറ്റി, മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് എന്നീ സവിശേഷതകളുള്ള യുദ്ധവിമാനമാണ് J-35A സ്റ്റെൽത്ത് കെയർ. J-20 ശേഷം ചൈന വികസിപ്പിച്ചെടുത്ത 5ാം തലമുറയിലെ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫൈറ്ററാണ് J-35A. US ലോക്ക്ഫീഡ് മാർക്കറ്റ് A-35ന് സമാനമാണ് J-35Aയുടെ രൂപകൽപ്പന. US-ന്റേത് ഒറ്റ എഞ്ചിനാണെന്നത് മാത്രമാണ് വ്യത്യാസം. വ്യോമസേനയിലും നാവികസേനയിലും വിമാനം ഉൾപ്പെടുത്താൻ ചൈന പദ്ധതിയിടുന്നുണ്ട്. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും IMF-ന്റെയും ലോക ബാങ്കിന്റെയും ബെയിൽ ഔട്ട് പാക്കേജിലേക്ക് അതിജീവിക്കുന്ന പാകിസ്ഥാൻ കരാറുമായി മുന്നോട്ടു പോവുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഇത്രയും വലിയ ഒരു ഇടപാടിന് എങ്ങനെ ധനസഹായം ലഭിക്കുമെന്ന് വ്യക്തമല്ല. എന്നാൽ പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയാത്ത മറ്റൊരു വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചാലും അതിശയിക്കാനില്ല. ഇതാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാൻ ഇതിനകം തന്നെ ബീജിംഗിൽ നിന്ന് വലിയൊരു തുക കടമെടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ ഇസ്ലാമാബാദിന് സാമ്പത്തികമായി സാധ്യമല്ല. കടം തീർക്കാൻ പാകിസ്ഥാൻ ദേശീയ ആസ്തികളും ഒരുപക്ഷെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും വിൽക്കേണ്ടി വരുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുമായി ചേർന്നുള്ള ഈ പദ്ധതി എന്തൊക്കെയോ നിഗൂഢതകൾ സൂചിപ്പിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. നവംബറിൽ സുഹായ് നഗരത്തിൽ നടന്ന വാർഷിക എയർ ഷോയിൽ J-35A സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന ആദ്യമായി പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു. ഈ സമയം പാകിസ്ഥാൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എക്സിബിഷനിൽ സന്നിധരായിരുന്നു. പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ കഴിയാതെ വന്നിട്ടും ചൈന ഇസ്ലാമാബാദിലേക്കുള്ള സൈനിക വിതരണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ ചെലവിൽ നിരവധി $1 ബില്യൺ ഇതിനകം തന്നെ ചൈന ചെലവഴിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാനുമായി ചേർന്ന് J-70 തണ്ട് യുദ്ധവിമാനം ചൈന സംയുക്തമായി വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവികസേനയ്ക്കായി ചൈന ഇതിനോടകം 4 അത്യാധുനിക നാവിക യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതേസമയം പുതിയ സംഭവ വികാസങ്ങളെ ഇന്ത്യ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.